ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. നമുക്ക് തയ്യാറാക്കാം. വെൽക്കം ടു മൈ ചാനൽ. പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലേക്ക് 150 ഗ്രാം അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 പച്ചമുളകും 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും 150 ml വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 750 ml നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് ഉടച്ചു കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കരുത്, കാരണം മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ തൈര് ലൂസായി പോകും. നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 500 ഗ്രാം അളവിൽ ബീട്രൂട്ടാണ്, അതായത് 2 കപ്പ് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ഉപ്പും 130 ml വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബീട്രൂട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഇനിയും വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. ഞാനത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 5 മിനിറ്റോളം ഒന്നുകൂടി അതൊന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങയുടെ മിക്സാണ്. തേങ്ങ മിക്സ് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. തേങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ട് ബീട്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ടയുടച്ച് മാറ്റി വെച്ച തൈരാണ്. തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത ശേഷം നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല രീതിയിൽ മിക്സായി വരണം. നല്ല രീതിയിൽ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തൈരൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കി നിർത്തരുത്, തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തൈര് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ഉണക്കമുളക് ചേർത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് 30 സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ താളിപ്പ് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം നമുക്ക് ബീട്രൂട്ട് പച്ചടി സെർവ് ചെയ്യാം. ഞാൻ ഇന്ന് തയ്യാറാക്കിയ ബീട്രൂട്ട് പച്ചടി നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മേലെ കാണുന്ന ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.